ഇന്നലെ വൈകിട്ട് ഉണ്ടായ തീപിടുത്തം എത്ര വലുതായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് അറിവുള്ളതാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വൻ തീപിടുത്തത്തിൽ ഫയർഫോഴ്സ് സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. തീപിടുത്തത്തിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വിലയിരുത്തൽ. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില, ഇന്നലെ ഉണ്ടായത് നമുക്കറിയാം, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അത് അടുത്ത മെഡിക്കൽ ഷോപ്പിലേക്കൊക്കെ ആ തീ പടരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നലെ അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ അതിന് സമയം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നിപ്പോൾ അന്വേഷണം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും സ്മിത, 6 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു ആ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് ഇതുവരെ കണ്ടതിൽ വെച്ച് ഇതിനു മുൻപ് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, ആളപായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതായിരുന്നില്ല ഇന്നലെ കോഴിക്കോട് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കണ്ട സാഹചര്യം. തീ ആളിക്കത്തുകയായിരുന്നു. അണയ്ക്കാൻ ശ്രമിക്കും തോറും തീ ആളി കത്തുന്ന കാഴ്ച, ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പ്രേക്ഷകർ കണ്ടാൽ നമുക്കിപ്പോൾ കാണാം. ഈ ദൃശ്യങ്ങളിൽ ഈ കെട്ടിടമാണ് ഇന്നലെ നിന്ന് അഗ്നിഗോളമായി മാറിയത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, എങ്ങനെ ഈ ഒരു തീപിടുത്തം ഉണ്ടായി, അതുതന്നെയാണ് പ്രധാനം. നമുക്കറിയാം, ഇന്നലെ ആ സമയങ്ങളിലെല്ലാം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം ഈ തീ അണയ്ക്കുന്ന പരിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണം എന്ത് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും. ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും ജില്ലാ കളക്ടർക്കും ഒപ്പം തന്നെ ഫയർഫോഴ്സ് മേധാവിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക. കോഴിക്കോട് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിലെല്ലാം ചോദ്യമാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കെട്ടിടങ്ങളുടെ നിർമ്മാണം, അശാസ്ത്രീയമായ നിർമ്മാണം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സമയമെടുത്തു ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക്. തീ കത്തുന്നുണ്ടായിരുന്നു, പക്ഷേ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ഫയർ ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സമാനമായ കാഴ്ച തന്നെയായിരുന്നു മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടത്. കാരണം വസ്ത്രങ്ങളെല്ലാം കുന്നുകൂടി ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഈ കെട്ടിടങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ മറയുണ്ടാക്കുക, അത്തരത്തിലെല്ലാം വെച്ച് നോക്കുമ്പോൾ അതെല്ലാം ഭേദിച്ചുകൊണ്ട്, അതെല്ലാം മറികടന്നുകൊണ്ട് ഫയർഫോഴ്സിന് ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് എത്തുക എന്നത് ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു. സമാനമായ കാഴ്ച തന്നെയാണ് ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടത്. അതുതന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷവും ഇന്നലെ ഉന്നയിച്ച ഒരു ആരോപണം എന്നത്. കെട്ടിടങ്ങളുടെ അശാസ്ത്രീയത, നിർമ്മാണത്തിലെ അശാസ്ത്രീയത, ഇതെല്ലാം തന്നെ അന്വേഷിക്കണം എന്ന ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ കണ്ടതാണ് ഇന്നലെ കരിപ്പൂരിൽ നിന്നുൾപ്പെടെ അത്യാധുനിക സൗകര്യമുള്ള ഫയർഫോഴ്സ് എഞ്ചിൻ എത്തിയാണ് തീ അണച്ചിട്ടുണ്ടായിരുന്നത്. ഏറെ നേരത്തെ ശ്രമഫലത്തിനൊടുവിൽ നിരവധി എഞ്ചിനുകൾ എത്തുന്നു. പക്ഷേ അപ്പോഴും കോഴിക്കോട് നഗരത്തിൽ എത്രത്തോളം ഫയർ എഞ്ചിനുകൾ ഈ ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായാൽ അത് കെടുത്താൻ ഉണ്ട് എന്ന ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ നിലവിൽ ഒരു യൂണിറ്റ് മാത്രമാണുള്ളത്. ഇതെല്ലാം തന്നെ ഓടിയെത്തി തീ അണയ്ക്കാനുള്ള കാര്യത്തിൽ ഇന്നലെ ഫയർഫോഴ്സിന് വലിയ ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിലുണ്ട്. അവർ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള തീയോ അല്ലെങ്കിൽ പുകയോ ഉണ്ടോ എന്നത് അവസാനവട്ട ഒരു പരിശോധനയിലാണ്. ഇന്നത്തെ പരിശോധന, ഇന്നത്തെ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി, ആ തീപിടുത്തം ഉണ്ടായതിൻ്റെ കാരണം എന്ത്, ഷോർട്ട് സർക്യൂട്ട് ആണോ, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത്? മുൻപൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, കോഴിക്കോട് നിരവധി തീപിടുത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. മിഠായി തെരുവിൽ ഉൾപ്പെടുത്തി കത്തിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫയർഫോഴ്സിന് ആ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാഴ്ച അതായിരുന്നില്ല. തീ ആളി കത്തുകയായിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റുമ്പോഴും ആളി കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചുമരുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റി അതിനുള്ളിലേക്ക് ഫയർ ഉദ്യോഗസ്ഥർക്ക് കയറി പോകേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 2-3 കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ കെട്ടിടത്തിന് അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫയർ ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, എല്ലാ കെട്ടിടങ്ങളിലും കൃത്യമായി തന്നെ ഫയർ റെസ്ക്യൂ യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനം, തീ നിയന്ത്രണ വിധേയമായ അല്ലെങ്കിൽ തീ കെടുത്താനുള്ള ഒരു സംവിധാനം വേണം. അത് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നോ, അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നത്. മറ്റൊന്ന്, നാശനഷ്ടമാണ്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂണിഫോം ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. വലിയ ഗോഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ മൊത്ത വിൽപ്പനശാലയാണ് വസ്ത്രങ്ങളുടെ. വളരെ വലിയ അളവിൽ തന്നെ തുണി ഇവിടെ സംഭരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു തീപിടുത്തത്തിൻ്റെ കത്തലിന് കാരണവും ആ കത്തുന്നത് തുണി ആയതുകൊണ്ടാണ്.
വലിയ രീതിയിൽ ആളി കത്തിയ ഒരു സാഹചര്യമുണ്ട്. തൊട്ടടുത്ത് മെഡിക്കൽ ഷോപ്പിലേക്ക് തീ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളപായം ഉണ്ടായില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുതന്നെയായാലും നിലവിലിപ്പോൾ ഏറ്റവും പ്രധാനം എന്നത് ഇന്നത്തെ ഒരു അന്വേഷണമാണ്. ഇന്നത്തെ അന്വേഷണത്തിൽ കൃത്യമായ റിപ്പോർട്ട് ഫയർ ഓഫീസർ സമർപ്പിക്കും. ഫയർ മേധാവിക്കും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർക്കുമാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിലായിരിക്കും എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണം. ആ കാരണം കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് ഇനി വേണ്ടത്. പ്രത്യേകിച്ച് ഇത്തരം അടിക്കടി തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കോഴിക്കോടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലെ ഇത്തരം വലിയ വലിയ കെട്ടിടങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ എങ്ങനെ ഫയർഫോഴ്സിന് ഈ കെട്ടിടങ്ങൾക്ക് ഉള്ളിലേക്ക് എത്താൻ കഴിയുന്നില്ല, അതൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. മിഠായി തെരുവിലെല്ലാം തീപിടുത്തം ഉണ്ടായ സമയത്ത് ഈ കെട്ടിടങ്ങൾ ഉള്ളിലേക്ക് ഫയർഫോഴ്സ് എത്താൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് കെട്ടിടങ്ങൾ നിർമ്മിച്ച സമയത്തല്ലാതെ പിന്നീട് വ്യാപാരികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ അത് കൂടുതൽ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇടുങ്ങിയ വഴിയെല്ലാമാണ് ജീവനക്കാർക്ക് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നത്. മിഠായി തെരുവിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് സംസ്ഥാന ഫയർ മേധാവി തന്നെ അവിടെ എത്തി പരിശോധിച്ച് കൃത്യമായി ഓഡിറ്റ് നടത്തി അത്തരത്തിൽ കൂട്ടിച്ചേർത്ത കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൊളിച്ചു മാറണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഈ ബിൽഡിങ്ങുകളിലെല്ലാം ഉള്ളത്. ഇന്നലെ ഫയർ ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യം ഇന്നലെ നമ്മൾ 24 അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആണിത്. കൃത്യമായി അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അതുതന്നെയാണ് ഇന്നലെ ഒരു തീപിടുത്തം കൃത്യമായി തന്നെ അത് കെടുത്താനുള്ള ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു പരിശോധന ഏറെ നിർണായകമാണ്. ആ പരിശോധനയിലാണ് എത്തരത്തിൽ ആണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്, എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നത് വ്യക്തമാവുകയുള്ളൂ. സ്മിത. ശരി, മിഥില ബാലനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മിഥില പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. മിഥില, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. മിഥില സൂചിപ്പിച്ചതുപോലെ തന്നെ മിഠായി തെരുവിൽ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് സമാനമായ രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇടയ്ക്കൊരു പരിശോധന ഉണ്ടാവാതിരിക്കുന്നത്? ഉദ്യോഗസ്ഥർ ഇതൊന്നും കാണാഞ്ഞിട്ടാണോ? ഇനിയിപ്പോൾ ഈ എല്ലാം കത്തി നശിച്ച് കഴിഞ്ഞിട്ടൊരു നടപടിയിലേക്ക് കടക്കുക എന്ന് പറയുന്നതല്ലല്ലോ വേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഫയർഫോഴ്സ് ഇന്ന് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ഈ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് എപ്പോഴായിരിക്കും സമർപ്പിക്കുക? എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം? അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? പ്രവിത, തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ കണ്ടന്റ്, ഉള്ളടക്കം എന്താണ് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് എന്താണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇന്നലെ പറഞ്ഞതുപോലെ അവർക്ക് ഉള്ളിലോട്ട് എത്തിപ്പെട്ട് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇത്തരത്തിൽ ബിൽഡിങ്ങുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട അതാണോ, അല്ലെങ്കിൽ സമാനമായി നമ്മൾ മിഠായി തെരുവിൽ കണ്ടതുപോലെ ഒരു എക്സ്റ്റൻഷനെല്ലാം കൊടുത്ത് കൂടുതൽ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കൂടുതൽ സ്ഥലം അവർക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ അനുമതിയില്ലാതെ കെട്ടിടങ്ങൾ രൂപമാറ്റം വരുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനം എന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ഈ കെട്ടിടത്തിന്റെ ഒരു ഘടന തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ കണ്ടതാണ്. നമ്മൾ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടാണ് പിന്നീട് അവർക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റിയത്. ഫയർഫോഴ്സുകാർ ഇന്നലെ എടുത്ത ഒരു പ്രയത്നം അവരെ ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആളിക്കത്തുന്ന തീ അതെങ്ങനെ നിയന്ത്രണ വിധേയം, ഫയർഫോഴ്സ് മാത്രമല്ല പോലീസും എല്ലാം തന്നെ ഇന്നലെ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. 6 മണിക്കൂറിലധികം നീണ്ട ഒരു പരിശ്രമം. അതിനൊടുവിലാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനായത്. ഇപ്പോഴും ഇതിനുള്ളിൽ ഫയർഫോഴ്സ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള പുകയുണ്ടോ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഏതെങ്കിലും രീതിയിലുള്ള പുക ഇതിനുള്ളിലുണ്ടോ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. നിർണായകം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയാണ് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടോ ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിൽ ഉൾപ്പെടെ. മാത്രമല്ല ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഈ ഒരു സംഭവത്തിൽ ഏറെ നിർണായകം തന്നെയാണ്. വിശദമായ ഒരു പരിശോധന അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടെ ആയിരിക്കും ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രവിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുന്നില്ല സ്മിത. കാരണം ഓരോ തവണയും തീപിടുത്തം ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുകയും പിന്നീട് അത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ ഒരു തടയിടാൻ ഇപ്പോൾ ഈ പഴയ കെട്ടിടങ്ങളാണ് എന്ന് പറയുന്നു, തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളുണ്ട്. ഇതിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെ തൊട്ടടുത്തുള്ള വസ്ത്രവ്യാപാര ശാലയ്ക്കാണ് തീപിടിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഉണ്ടായി? ഇന്നിപ്പോൾ ഈ അന്വേഷണം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്തോ ഭാഗ്യം കൊണ്ട് ആരും ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്നലെ എന്താ പറയുക, ആകാശത്തോളം ഉയരുന്ന തീകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ആശങ്കയായിരുന്നു. അടുത്തടുത്ത കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്താണ് പ്രശ്നം, അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ വേണ്ടി വരുമോ, അനധികൃതമായ നിർമ്മാണങ്ങളുണ്ടോ, അതൊക്കെ പരിശോധിക്കേണ്ടതാണ്.